നമ്മൾ പാപത്തിലും ശാപത്തിലും തകർന്ന അനുഭവത്തിൽ കിടന്ന അരിഷ്ട മനുഷ്യൻ നമ്മളെ തന്നെ നോക്കി പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ അരിഷ്ട മനുഷ്യനാണ്. അയ്യോ, ഞാൻ പാപിയാണ്, ഞാൻ ശാപം പിടിച്ചവനാണ്, ഞാൻ പുഴുവാണ്, ഞാൻ കൃമിയാണ്, ബലഹീനനാണ്, ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല, ഞാൻ മരിച്ചു പോകത്തേ ഉള്ളൂ. അങ്ങനെ തുടങ്ങി നമ്മളെ തന്നെ സ്വയമായി ശപിച്ച് രക്ഷയില്ല, ഒരു സൊല്യൂഷൻ ഇല്ല, നമ്മുടെ ലൈഫിലൊരു വഴിയില്ലാതെ അടയപ്പെട്ട വഴികൾ പകച്ചു നിൽക്കുന്ന മനുഷ്യനായി പൗലോസ് പറയുന്നു. പൗലോസ് എങ്ങനെ നോക്കിയിട്ടും തൻ്റെ ന്യായപ്രമാണം മുഴുവനും അരച്ച് കലക്കി കുടിച്ച തനിക്ക് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കാത്തത് കൊണ്ട് താൻ പറയുകയാണ്, ഞാൻ ഒരു അരിഷ്ട മനുഷ്യരാണ്. എന്നാൽ അതേ പൗലോസ് അടുത്ത് പറയുന്നു, പാപത്തെ ജയിച്ച, പാപം ചെയ്യാതെ പാപി എന്ന മുദ്ര കുത്തപ്പെട്ട് ക്രൂശിക്കപ്പെട്ട പൂർണ്ണനായ മനുഷ്യനായ ക്രിസ്തു, ആ ക്രിസ്തുവിലുള്ള മനുഷ്യന് ഒരു ശിക്ഷാവിധിയില്ല. അപ്പോൾ വെളിപ്പാട് തൻ്റെ ജീവിതത്തിൽ ആദ്യം വന്ന ഭാവിയാണ്, അരിഷ്ട മനുഷ്യനാണ്. പക്ഷെ അടുത്ത നിമിഷം പറയുന്നു, ഞാൻ സാധാ മനുഷ്യൻ. എന്നാൽ യേശു ക്രിസ്തു പാപം ചെയ്യാതെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. എന്നാൽ ഇന്ന് യേശു ക്രിസ്തു പാപത്തെ ജയിച്ചടക്കി ക്രൂശ് മരണത്തിലൂടെ സകല പാപത്തിൻ്റെയും ഒരു ജയാളിയായി മാറിയതിനു ശേഷം ആ ക്രിസ്തുവിനെ രക്ഷയിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ക്രിസ്തുവിലുള്ള മനുഷ്യൻ പിന്നെ അരിഷ്ട മനുഷ്യനല്ല, അവൻ ജയാളിയാണ്. അവനിൽ പാപമില്ല, അവനിൽ ശിക്ഷാവിധിയില്ല. ഹല്ലേലൂയ.